കൃഷി വകുപ്പ് നൽകുന്ന വിള ഇൻഷുറൻസിലൂടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി കാർഷിക ഇൻഷുറൻസ് കമ്പനി വഴി നടപ്പാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പരിരക്ഷയിലൂടെയും മലയോരത്തെ കർഷകർക്ക് ഉൾപ്പെടെ വലിയ തുകയാണ് ലഭിക്കാനുള്ളത്. 2024-25 വർഷത്തെ നഷ്ടപരിഹാര തുക ഇനിയും ലഭ്യമായിട്ടില്ല. പ്രീമിയം അടച്ച ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്ന കർഷകർ നഷ്ടപരിഹാരം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ കാർഷിക വിളകൾ ഇല്ലാതാകുമ്പോൾ കർഷകർക്ക് ആശ്വാസമാകാനുള്ളതാണ് ഇൻഷുറൻസ് പരിരക്ഷ. എന്നാൽ അതും കൃത്യമായി ലഭിക്കാതായതോടെ കൃഷിനാശത്തിന്റെ ബാധ്യത താങ്ങാനാകാതെ കഷ്ടപ്പെടുകയാണ് ജില്ലയിലെ കർഷകർ. 27 കാർഷിക വിളകൾക്കാണ് സംസ്ഥാന വിള ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുക. സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകനും പ്രീമിയം അടച്ച് കാർഷിക പരിരക്ഷ ഉറപ്പാക്കാം. 45 ദിവസത്തിൽ കൂടുതലുള്ള നെൽകൃഷിക്ക് ഹെക്ടറിന് 35,000 രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുക. 25 രൂപയാണ് വാർഷിക പ്രീമിയം. കശുമാവ്, റബ്ബർ, തെങ്ങ്, കമുക്, കുരുമുളക്, വാഴ തുടങ്ങിയവയുടെ എണ്ണം കണക്കാക്കിയാണ് പ്രീമിയവും നഷ്ടപരിഹാരവും കണക്കാക്കുന്നത്. 2024 വരെയുള്ള തുക മാത്രമാണ് കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പരിരക്ഷ വഴി കർഷകർക്ക് ലഭിച്ചത്. കഴിഞ്ഞ ഒരു വർഷമായി സഹായധനം ലഭിക്കുന്നത് അനന്തമായി നീളുകയാണ്. അതോടൊപ്പം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കേണ്ട സഹായവും ഒരു വർഷമായി നിലച്ചിരിക്കുകയാണ്. 2024 ഏപ്രിൽ വരെയുള്ള അപേക്ഷകർക്ക് മാത്രമാണ് ജില്ലയിൽ നഷ്ടപരിഹാരം ലഭിച്ചിരിക്കുന്നത്. 2024-25 വർഷത്തെ നഷ്ടപരിഹാര തുക ഇനിയും ലഭ്യമായിട്ടില്ല. അല്ലെങ്കിൽ കൃഷിനാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ഇൻഷുറൻസിൻ്റെ മറ്റുള്ളതൊന്നും നമ്മൾ കൊടുത്താൽ തന്നെ അതിൻ്റെ ക്ലെയിം നമുക്ക് കിട്ടാറില്ല. അത് തരാമെന്ന് പറയാം. ഇതിപ്പോൾ ഞാൻ 2022 കഴിഞ്ഞിട്ട് 23 3 മോട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇരട്ടി പോയിട്ട്. അത് നമ്മളെ കൃഷി ഭവൻ്റെ ഇതിൽ തന്നെ നമുക്ക് സബ്സിഡി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. ഈ കാലം വരെയായിട്ട് നമുക്ക് ആ കടയിൽ നിന്ന് കട ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവിടെ നിന്ന് നമുക്ക് 3 മോട്ടറിൻ്റെ സബ്സിഡി എനിക്ക് ഈ സമയം വരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ അവസ്ഥകൾ എല്ലാ കർഷകർക്കും ഉണ്ട്. എൻ്റെ മാത്രമൊന്നുമല്ല, ഇതെല്ലാ കർഷകർക്കും നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും കൂടി വേണ്ടി ഞാൻ പറയുന്നു. വിള ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കാതെ പ്രകൃതിക്ഷോഭത്തിലും മറ്റും കൃഷി നശിച്ച കർഷകർക്ക് നൽകേണ്ട നഷ്ടപരിഹാരവും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. പ്രീമിയം അടച്ച ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്ന കർഷകരടക്കമുള്ളവർ നഷ്ടപരിഹാരം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.